6 ഗൺസ് ഒരുമിച്ച് ഫയർ ചെയ്യുന്നിടത്ത് 1 ഗൺ മാത്രമാണ് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നത്. രാവിലെ ഒരു 6 മണി മുതൽ ഞാൻ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. ഇനിയാണ് അറ്റാക്കിൻ്റെ ഇത് വരുന്നത്. ഈ 80 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിൻ്റെ മീതെ ഫയർ ചെയ്തു. ഈ ഫയറിങ് അടക്കുമ്പോൾ അപ്പോൾ നല്ല ഇരുട്ടായി. ഇതിങ്ങനെ കിടന്നിട്ട് ഈ മലയുണ്ടല്ലോ ഇങ്ങനെ കിടന്നിട്ട് വിറയ്ക്കായിരുന്നു ലിറ്ററലി. അവരുടെ മോട്ടോർ ഫയർ, MMG ഫയർ, ആർട്ടിലറി ഫയർ എന്തൊക്കെയാണ് വന്നു വീഴുന്നത് നമുക്ക് ഉരുപ്പെട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൗണ്ട്സ് ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. .4875 പിടിച്ചെടുത്തപ്പോൾ ഏകദേശം 72 പേരെ പറ്റായിരുന്നു. പട്ടാളക്കാർ പറ്റേ പാകിസ്ഥാനികളുടെ ഡെഡ് ബോഡി നമുക്ക് കിട്ടിയ. ജൂലൈ 26 കൂടിയിട്ട് ഒഫീഷ്യൽ സീസ് ഫയർ ഡിക്ലെയർ ചെയ്തു. പക്ഷേ ആക്ച്വൽ ക്ലിയറൻസ് നടന്നത് ഓഗസ്റ്റ് 5 ആയിരുന്നു. ഓഗസ്റ്റ് 5 ശരിക്കും കാർഗിൽ യുദ്ധം അവസാനിച്ചത്. സർ, കാർഗിലിൻ്റെ ആ യുദ്ധ സമയത്ത് സൈന്യം ചെയ്ത കാര്യങ്ങളെല്ലാം സാറ് സംസാരിച്ചു. അതിനൊപ്പം തന്നെ ഈ സർക്കാർ മേഖലയിൽ നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത് ലൈൻ ഓഫ് കൺട്രോൾ, ഇൻ്റർനാഷണൽ ബോർഡർ ഒന്നും ക്രോസ് ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ബാക്കി എന്തൊക്കെയായിരുന്നു സർക്കാർ തലത്തിലുള്ള ഒരു തീരുമാനങ്ങളും സൈന്യത്തിന് കൊടുത്ത നിർദ്ദേശങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാജിദ്, കാർഗിൽ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവരും കൺഫ്യൂസ്ഡായി. എന്താണ് ആക്ച്വലി കാർഗിലിൽ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആർക്കും യാതൊരു വിധത്തിലുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ ടോട്ടൽ ഇൻ്റലിജൻസ് ഫെയിലിയർ. പക്ഷേ ഒരു മെയ് 27 ആകുമ്പോഴത്തേന് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ ലെവലിൽ അന്ന് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശരിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ വാജ്പേയിജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് അദ്ദേഹം എന്ത് പറഞ്ഞാലും വളരെ സൂക്ഷിച്ച് കേൾക്കും. പെട്ടെന്ന് യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വലിയ ഒരു ഇതായിരുന്നു. പിന്നെ നമുക്കുണ്ട് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ ജോർജ് ഫെർണാണ്ടസ്, ടെറിഫിക് ഫെല്ലോ. അപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ പലപ്പോഴും ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. 2-3 തവണ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ കാർഗിലിൽ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റിയാക്ഷൻ വളരെ വളരെ പോസിറ്റീവായിരുന്നു. എല്ലാ വിധത്തിലും പോസിറ്റീവായിരുന്നു. പിന്നീട് ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ഡെഫിഷ്യൻസിയും ഒക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അത് മാത്രമല്ല, ഞങ്ങൾക്കൊരിക്കലും പിന്നോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എക്യുപ്മെൻ്റ് ഇല്ലാതെയോ ആമിനേഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റി എന്നുള്ള ആ വക ഇതിനൊന്നും പറ്റിയിട്ട് ഒരിക്കലും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ആ ഇനീഷ്യൽ സെറ്റ് ബാക്ക് കഴിഞ്ഞതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് എല്ലാ ലെവലിൽ നിന്നും, അതായത് നാഷണൽ ലെവലിൽ നിന്ന് നമ്മളുടെ ജനത ആൾക്കാരുടെ ലെവലിൽ നിന്ന് എല്ലായിടത്തും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ്. നമുക്ക് അബ്സല്യൂട്ട്ലി നോ റീസൺ വാട്ട്സോവർ ടു ഫീൽ ദാറ്റ് ദ ഗവൺമെൻറ് ഡിഡ്ന്റ് ഡു ഇനഫ്. ഗവൺമെൻറ് നമ്മളെ വേണ്ടത്ര സപ്പോർട്ട് ചെയ്യുക ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല. നല്ല ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. അന്ന് ജനങ്ങളുടെ ഒരു പിന്തുണ, മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ, ഇതൊക്കെ എങ്ങനെയാണ്? നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു മാധ്യമങ്ങളുടെ ഒരു ലൈവ് ഷോ കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ എങ്ങനെയായിരുന്നു ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ആ ഒരു സമയത്ത്? വാജിദ്, ആക്ച്വലി കാർഗിൽ വാർ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഫസ്റ്റ് ടെലിവൈസ്ഡ് വാറാണ്. കാർഗിലിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനതയിൽ, ആൾക്കാരിൽ നേരിട്ട് എത്തിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണത്താൽ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സൈഡിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനായിട്ട് മീഡിയക്കാരുടെ കൺട്രിബ്യൂഷൻ വളരെ മഹത്തായിട്ടുള്ള കൺട്രിബ്യൂഷനായിരുന്നു. മൈൻഡ് യു, അവർ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇവരും മീഡിയക്കാർ, ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ റെജിമെൻ്റുണ്ട്, യൂണിറ്റുണ്ട്, എല്ലാ വിധത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടുണ്ട്. ഇവർക്ക് ഈ വക യാതൊരു സപ്പോർട്ടും ഇല്ല. ഇവർ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഏതെങ്കിലും
ഒരു ഓഫീസർ മെസ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് അവരെ അപ്രോച്ച് ചെയ്ത് നമ്മൾ അവരെ ക്ഷണിച്ചെങ്കിൽ മാത്രം ഭക്ഷണം കിട്ടുള്ളൂ, അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വിപരീതമായിട്ടുള്ള സാഹചര്യത്തിലാണ് മീഡിയ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കൺട്രിബ്യൂഷനായിരുന്നു. ബർക്കാദത്തിൻ്റെ ഇറ്റ് വാസ് ജസ്റ്റ് വൺ ഓഫ്, അത് അറിഞ്ഞിട്ടല്ലല്ലോ, അവർക്കറിയില്ലായിരുന്നു എൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ അതിനെ പറ്റിയിട്ട് പിന്നെ നമ്മുടെ GOCയോട് അപ്പോളജൈസ് ചെയ്യും. അത് നമ്മളൊരു ഇഷ്യൂ ആയിട്ട് ഒരിക്കലും എടുത്തിട്ടില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള കൺട്രിബ്യൂഷൻസ് ആയിരുന്നു മീഡിയയുടെ. അവർ എല്ലായിടത്തും എത്തിയിരുന്നു, അതാണ് അനന്തത്തെ. പിന്നെ അവരിൽ പലരും നമ്മുടെ അറ്റാക്കിന് നമ്മൾ പോകുമ്പോൾ, ട്രൂപ്സ് പോകുമ്പോൾ അവരുടെ കൂടെ പോകാനായിട്ട് വളണ്ടിയർ ആയതുള്ളായിരുന്നു അവരെല്ലാവരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ അന്ന് ഗൗരവ് സാവന്ത് എന്നോട് പറഞ്ഞു, സർ ഒപ്പിലേക്ക് ഞാൻ വരുന്നുണ്ടെന്ന്. ആങ്കർ ഇങ്ങനെ പോകുന്ന വിവരം ഞാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് സർ ഞാനും വരട്ടെന്ന്. ഞാൻ പറഞ്ഞു, കുട്ടി നീ വന്നാൽ ശരിയാവില്ല, അവിടെ നിനക്ക് അവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും വിപരീതമായിട്ടുള്ള പരിസ്ഥിതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കൺട്രിബ്യൂഷൻസ് തന്നെയായിരുന്നു കേട്ടോ മീഡിയയുടെ. മിലിറ്ററിക്കാരുടെ വിഷമങ്ങൾ, മിലിറ്ററിക്കാരുടെ ലിമിറ്റേഷൻസ്, മിലിറ്ററിക്കാരുടെ ആ ഒരു മോട്ടിവേഷൻ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതിനെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് രാഷ്ട്രത്തിലെ എല്ലാവരുടെ അടുത്തേക്ക് ഇതെത്തിക്കാനായിട്ട് മീഡിയയുടെ കൺട്രിബ്യൂഷൻ വളരെ നല്ലതായിരുന്നു. അവരോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. കേരളത്തിൽ നിന്ന് കാർഗിലിൽ പങ്കെടുത്ത ശ്രീ ജെറി പൈബ്ലെ സാറിനെ പോലുള്ള ധീര ജവാന്മാർ, അവരുടെയൊക്കെ ഒരു അനുഭവങ്ങൾ സാറിന് എല്ലാവരും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇൻഫാക്റ്റ് എനിക്ക് അവരെല്ലാവരും അറിയുന്നു വേണം പറയാനായിട്ട്. പ്രത്യേകിച്ച് മാർട്ടേഡായിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് ഓഫീസേഴ്സ് ലെവലിലുള്ള എല്ലാവരെയും എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയേണ്ടത് വിശ്വാദിനെ പറ്റിയിട്ടാണ്. അപ്പോൾ 18 ഗ്രനേഡിയേഴ്സിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡായിരുന്നു വിശ്വാദൻ. ഐ തിങ്ക് ഈ 39 വയസ്സ് മറ്റായിരുന്നു വിശ്വാദിൻ്റെ പ്രായം. അപ്പോൾ സെക്കൻഡ് ഇൻ കമാൻഡായിരുന്നു. വളരെ മിടുമിടുക്കനായിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു വിശ്വാദൻ. NDAന്നായിരുന്നു. പിന്നെ അതിനു മുമ്പ് IPK ഓഫ് ഓപ്പറേഷൻ ശ്രീലങ്കയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ റവാണ്ട, അങ്കോള, അവിടെയൊക്കെ ഫോറിൻ അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. നല്ല ഫ്യൂച്ചറുള്ള ഒരു ഓഫീസറായിരുന്നു. അത് മാത്രമല്ല ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇവരുടെ 18 ഗ്രനേഡിയേഴ്സിൻ്റെ 2 അറ്റാക്കും പരാജയപ്പെടുമായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ അറ്റാക്ക് ജൂൺ 2-ാം തീയതി, ജൂൺ 2-ാം തീയതി തന്നെയായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ അറ്റാക്ക്, അപ്പോൾ മൈൻഡ് യു നമ്മുടെ ശരിയായിട്ടുള്ള ഓർഗനൈസ്ഡ് ബ്രിഗേഡ് ലെവലുള്ള അറ്റാക്ക് ഞാൻ പറഞ്ഞല്ലോ, ജൂൺ 12-ന് ആയിരുന്നു ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബ്രിഗേഡ് ലെവൽ അറ്റാക്ക്. അതിന് മുമ്പുള്ള സംഭവങ്ങളായിരുന്നു അത്. അപ്പോൾ ഈ 2-ാം തീയതി, ജൂൺ 2-ാം തീയതി ഇവർ ഒരിക്കൽ കൂടെ ഈ ടോർലിംഗ് ഫീച്ചറിൻ്റെ മീതെ ഒരു അറ്റാക്ക് കൂടെ ചെയ്യാമെന്ന് ബറ്റാലിയൻ തീരുമാനിച്ചു. കമാൻഡർ 56 ബ്രിഗേഡ് അതിനുള്ള ക്ലിയറൻസ് കൊടുത്തു. അപ്പോൾ വിശ്വനാഥൻ വളണ്ടിയർ ആവുകയായിരുന്നു. മൈൻഡ് യു, സെക്കൻഡ് ഇൻ കമാൻഡാണ്. അപ്പോൾ സെക്കൻഡ് ഇൻ കമാൻഡിന് ഒരിക്കലും ഒരു അറ്റാക്കിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല അറ്റാക്കിൽ പോകേണ്ടത്. പക്ഷേ വിശ്വനാഥൻ വളണ്ടിയറായിട്ടാണ് ഈ അറ്റാക്കിന് പോയത്. അപ്പോൾ ഈ അറ്റാക്കിന് പോയപ്പോൾ വിശ്വനാഥൻ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഈ ടോർലിംഗ് ഫീച്ചറിൽ അതുവരെയുള്ള എല്ലാ അറ്റാക്കും ഫെയിലിയർ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ടോ ഹോൾഡ് കിട്ടണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു ഒന്ന് കാല് വയ്ക്കാനുള്ള സ്പേസ് കിട്ടിയാലല്ലേ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ടോ ഹോൾഡ് അതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ വിശ്വനാഥൻ ആ അറ്റാക്കിനെ ലീഡ് ചെയ്തപ്പോൾ ദേ റെഡി അഗൈൻ പാകിസ്ഥാനീസ്. അപ്പോൾ പിന്നെ 1-to-1 എന്താ പറയുക കോമ്പാറ്റായിരുന്നു. അപ്പോൾ വിശ്വനാഥൻ എക്സാക്ട്ലി ആദ്യത്തെ 3 ബങ്കർ ക്യാപ്ചർ ചെയ്തു വിശ്വനാഥൻ്റെ ഉള്ളവർ. പിന്നെ നമ്മൾ ഹിന്ദിയിൽ മുഡ്ബേഡ്ക ലഡായി എന്ന് പറയും, അതായത് മാൻ ടു മാൻ ഫൈറ്റ്. അപ്പോൾ അതിൽ വിശ്വനാഥൻ വാസ് റിയലി വെരി ഗുഡ് ഫിസിക്കലി, വെരി ഫിറ്റ്. 3 ആൾക്കാരെ പിന്നെ ആയുധം കൊണ്ടും ഒരാളെ ശരിക്കും കൈകൊണ്ടും തന്നെ ന്യൂട്രലൈസ് ചെയ്തു. ആൻഡ് ദേ വർ ഓൾ കിൽഡ്. അവിടെ ഡെഡ് ബോഡിയൊക്കെ പിന്നീട് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ വിശ്വനാഥൻ ഈ 4-ാമത്തെ
ആ ഒരു ബങ്കറിൻ്റെ അവിടെ ചെന്നപ്പോൾ വിശ്വനാഥന് ബുള്ളറ്റ് കൊണ്ടു. അപ്പോൾ ഉടനെ തന്നെ വിശ്വനാഥൻ കാഷ്വാലിറ്റി ആയില്ല. അവിടുന്ന് പിന്നെ അപ്പോൾ വിശ്വനാഥൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ജേസിയും 4 ജവാന്മാരും അതിൽ കാഷ്വാലിറ്റി. ഇത് വർ ഓൾ ഡെഡ്. അപ്പോൾ വിശ്വനാഥൻ സീരിയസ്ലി ഇഞ്ചേർഡ് ആയിരുന്നു. അവിടുന്ന് പിന്നെ ദ്രാസിലേക്ക് കൊണ്ടുവരണം. ദ്രാസിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് വിശ്വനാഥൻ പിന്നെ മാർട്ടേർഡായത്. അപ്പോൾ വിശ്വനാഥൻ്റെ ആ ഒരു കൺട്രിബ്യൂഷൻ ഒരു നിർണായകമായിട്ടുള്ള കൺട്രിബ്യൂഷനായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോ ഹോൾഡ് ആദ്യമായിട്ട് നമുക്ക് ദ്രാസ് സെക്ടറിൽ നേടാൻ കഴിഞ്ഞത് വിശ്വനാഥൻ്റെ കൺട്രിബ്യൂഷനോട് കൂടിയിട്ടാണ്. അത് ഞങ്ങളെല്ലാവരെയും വളരെയധികം ഒന്ന് പിടിച്ചു കുലുക്കുക എന്ന് പറയുമല്ലോ. ഒന്നാമത് കാർഗിൽ യുദ്ധത്തിൽ മാർട്ടേർഡായിട്ടുള്ള ഓഫീസേഴ്സിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഓഫീസറായിരുന്നു വിശ്വനാഥൻ. ഹി വാസ് എ ലെഫ്റ്റനൻറ്റ് കേണൽ മൈൻഡ് ടു. ഒരു ലെഫ്റ്റനൻറ്റ് കേണലിനെ ഒരു കാഷ്വാലിറ്റി ആവുക, അതൊരു ബറ്റാലിയൻ്റെ 2SC കാഷ്വാലിറ്റി ആവുക എന്ന് പറയുന്നത് ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ വിശ്വനാഥനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഞാൻ അറിയുന്നു, വളരെ വളരെ ക്ലോസ് ആയിട്ട് അറിയായിരുന്നു. അപ്പോൾ ഒരു അറ്റാക്കിന് പോകുന്നതിന് മുമ്പൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് 56 ബ്രിഗേഡ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ വെച്ചിട്ട് വിശ്വനാഥനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾക്ക് പിന്നീട് എങ്ങനെയാണ് അത് ഡെവലപ്പ് ആവുന്നുള്ള ആ കാര്യം അറിയില്ലായിരുന്നു. പിന്നെ വേറെ ഒരു ഓഫീസർ വിക്രമായിരുന്നു, PV വിക്രം. അപ്പോൾ വിക്രം ലെഫ്റ്റനൻറ്റ് കേണൽ PKPV പണിക്കർ സാറിൻ്റെ മകനാണ്. അപ്പോൾ PKPV പണിക്കർ സാർ അന്ന് ഞാൻ സെക്കൻഡ് ലെഫ്റ്റനൻ്റായിട്ട് കമ്മീഷൻഡായിട്ട് 581 ലൈറ്റ് റെജിമെൻറ്റിൽ ചേരുമ്പോൾ അവിടെ ബാറ്ററി കമാൻഡറായിട്ട് 141 ഫീൽഡ് റെജിമെൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ വിക്രം എനിക്ക് തോന്നുന്നു അന്ന് നാട്ടിലായിരുന്നു പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ താൽബേട്ടിൽ സ്കൂളിൽ വന്ന് ചേർന്നു. അപ്പോൾ വിക്രമിന് ഒരു അനിയനുണ്ട്, കേശവ്. അപ്പോൾ വിക്രമും കേശവും കൂട്ടിയിട്ട് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിൽ വരും. ഞങ്ങൾ സ്വിം ചെയ്യാനായിട്ട് ഓഫീസർ മെസ്സിൽ കാണും. അപ്പോൾ സാറിനെ നന്നായിട്ടറിയാം, മലയാളീസാണല്ലോ പ്രത്യേകിച്ച്, കല്യാണി മാമിനെ അറിയാം. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ട് വിക്രമിനെ കാണാൻ നല്ല ഇവൻ നന്നായിട്ട് മിമിക്രൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളന്ന് ഇവനെ കൊണ്ട് മിമിക്രൊക്കെ ചെയ്യുമായിരുന്നു വിക്രമിനെ കൊണ്ട്. പിന്നീട് ഞാൻ വിക്രമിനെ കാണുന്നത് സ്കൂൾ ഓഫ് ആർട്ടിലറിയിൽ വിക്രം YOS കോഴ്സിന് വന്നപ്പോഴാണ്. അപ്പോൾ YOS കോഴ്സിന് വന്നപ്പോൾ അവിടെ വെച്ചിട്ട് വിക്രം വന്നിട്ട് എന്നായിട്ട്, അപ്പോൾ ഞാൻ ലോങ് എൻട്രി സ്റ്റാഫ് കോഴ്സ് ഡിവിഷനിൽ അവിടെ ഇൻസ്ട്രക്ടറായിരുന്നു. അപ്പോൾ വിക്രം YOS ഡിവിഷനിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ട് ഇവർക്കൊരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്തപ്പോൾ വിക്രം വന്നിട്ട് എന്നിട്ട് നേരിട്ട് പരിചയപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പണിക്കർ സാറിൻ്റെ മകനല്ലേ, അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇൻസ്ട്രക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ യൂണിറ്റിൽ തന്നെ ഉള്ള ഒരു ഓഫീസർ രാഹുൽ ആർ സിംഗ്, ഇപ്പോൾ ലെഫ്റ്റനൻറ്റ് ജനറലാണ്. അപ്പോൾ രാഹുലിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് വിക്രമിൻ്റെ പെർഫോമൻസ്. അപ്പോൾ എന്നോട് പറഞ്ഞു സാർ എക്സലൻറ്റ് പെർഫോമൻസ്, വെരി ഗുഡ് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നീട് ഞാൻ വിക്രമിനെ കാണുന്നുണ്ടായില്ല. പിന്നെ 141 ഫീൽഡ് റെജിമെൻറ്റിൽ ആയിരുന്നു വിക്രം. അപ്പോൾ ഇവരുടെ ഈ 141 ഫീൽഡ് റെജിമെൻറ്റിലെ ഒരു FOO ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസറായിട്ടായിരുന്നു വിക്രം പോയത്. അപ്പോൾ ഈ ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസേഴ്സ് എപ്പോഴും ഇൻഫൻട്രിക്കാരുടെ കൂടെയാണ് പോവുക. അപ്പോൾ ഇൻഫൻട്രിയിലത്തെ കമ്പനി കമാൻഡറുടെ അഡ്വൈസറാണ്. അപ്പോൾ അവിടെ ഏത് ടാർഗറ്റ് ക്രോപ്പ് അപ്പ് ചെയ്താലും അതിനെ എൻഗേജ് ചെയ്യലാണ് ഈ ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസേഴ്സിൻ്റെ ചുമതല. പിന്നെ ഇൻഫർമേഷൻ പാസ് ഡൗൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതും ഈ പോയിൻ്റ് 5140 അതിൻ്റെ മീതെ തോന്നുന്നു, എനിക്ക് എക്സാക്ട്ലി ഫീച്ചറിൻ്റെ പേര് ഓർമ്മയില്ല, പെട്ടെന്ന് ഒരു 120 mm ബാൻഡ് മോട്ടറിൻ്റെ ഒരു ഷെല്ല് വന്ന് വീഴാണ് ഉണ്ടായത് വിക്രമിൻ്റെ മീതെ. പിന്നെ വിക്രമിനെ സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായിരുന്നു വിക്രമിന് പോസ്റ്റ്മസ് സേനാ മെഡൽ അവാർഡ് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പണിക്കർ സാർ അന്നേക്ക് റിട്ടയർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ കോഴിക്കോട് നിന്ന് കല്ലായിൽ നിന്നാണല്ലോ, സാറിൻ്റെ ഫാമിലി കല്ലായിലാണ്. അപ്പോൾ അവിടെ പിന്നെ ഇപ്പം ഈയിടെ ഒരു 2023 മറ്റോ അവിടെ ഒരു ഈവൻ്റ് നടന്നുണ്ടായിരുന്നു, വലിയൊരു ഈവൻ്റ് നടന്നു. അപ്പോൾ അവിടെ ആ ഗ്രൗണ്ടിനെ വിക്രം മൈതാൻ എന്ന പേരിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിരുന്നു. നല്ല ഒരു വെരി വെരി ബ്രൈറ്റ് അപ്കമ്മിങ് ഓഫീസറായിരുന്നു വിക്രം. പിന്നെ ജെറി. അപ്പോൾ ജെറി എനിക്ക് ആദ്യം പരിചയമില്ലായിരുന്നു. ഒരു ദിവസം അപ്പോൾ ഈ യുദ്ധം സമയത്ത് നടക്കുമ്പോഴുള്ള ആ ഇടയ്ക്കിടയ്ക്കുള്ള ഇടവേളയിൽ ഞാൻ വൈകുന്നേരം നടക്കാൻ പോകും.
നടക്കാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററൊക്കെയാണ് നടക്കുക. അതിലപ്പുറം അവിടെ നടക്കാൻ പറ്റില്ല. കാരണം നമ്മൾ 10 അടി നടക്കുമ്പോഴത്തേനും നമുക്ക് പിന്നെ ശ്വാസം നിലച്ചു പോകും. അത്രയും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും ജസ്റ്റ് ടു കീപ്പ്. പിന്നെ ഈ സ്ട്രെസ്സ് ബസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനേക്കാളും നല്ലൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ ബങ്കറിലേക്ക് പോവാണ്. അപ്പോഴുണ്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പയ്യൻ അങ്ങനെ മുന്നിൽ നടന്നു പോകണം. പിന്നെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നി മലയാളിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു ഇത്തിരി സ്പീഡപ്പ് ചെയ്തിട്ട് ഞാൻ ഹലോ എന്ന് വിളിച്ചു. അപ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇവന് മനസ്സിലായില്ല ഞാൻ ആരാണെന്ന്. കാരണം എൻ്റെ കേണലിൻ്റെത് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു സാർ ഞാൻ കേണൽ സുബ്രഹ്മണ്യനെ കാണാനായിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെയും കേണൽ സുബ്രഹ്മണ്യൻ. അപ്പോൾ എന്നോട് പറഞ്ഞു സാർ എനിക്ക് സാറിനെ അറിയില്ല 315 ഫീൽഡ് റെജിമെൻറ്റിൻ്റെ CEO ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാ പറഞ്ഞു വെച്ചത് 158 ഫീൽഡ് പിന്നെ റെജിമെൻറ്റിൽ നിന്നാണ് മീഡിയം റെജിമെൻറ്റിൽ നിന്നാണ് കേണൽ ശർമ്മയാണ് പറഞ്ഞു വെച്ചത് സൂര്യൻ സാറിനെ പോയി കാണാനായിട്ട്. ഞാൻ പറഞ്ഞു എന്തിനാണ് വല്ലതും പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു സാർ അത് ഞാൻ അങ്ങനെ FO ആയിട്ട് പോകണമെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു വായു കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അതുവരെ ഞാൻ പറയുന്നില്ല. അങ്ങനെ എൻ്റെ ബങ്കർ എന്നൊക്കെ പറഞ്ഞൊരു ടോട്ടലി മേക്ക് ഷിഫ്റ്റ് മലയുടെ ഉള്ളിൽ ഇങ്ങനെ കുഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി. അപ്പോൾ അകത്ത് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ടാണ് ഞാൻ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ജെറിയായിട്ട് സംസാരിക്കുന്നത്. ജെറിയായിട്ട് സംസാരിച്ചപ്പോഴാണ് ജെറി എന്നോട് പറയുന്നത് സാർ ഇങ്ങനെ ഞാൻ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ നിന്ന് 1990 എയർഫോഴ്സിൽ ചേർന്നു. അപ്പോൾ അവൻ ആദ്യം നേവിയിൽ ചേരണമായിരുന്നു. അപ്പോൾ നേവിയിൽ പറ്റില്ല, പിന്നീട് എയർഫോഴ്സിൽ ചേർന്നു. അപ്പോൾ ജെറിയുടെ ഒരു ചേട്ടനാണ് തോന്നുന്നു എയർഫോഴ്സിലുണ്ട്. ചേട്ടനും തന്നെയാണ് എയർഫോഴ്സിൽ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ എയർഫോഴ്സിലുണ്ട്, എനിക്ക് എയർഫോഴ്സിൽ ചേർന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എയർഫോഴ്സിൽ ചേർന്നു. ടെക്നിക്കൽ ബ്രാഞ്ചിലാണ് ഞാൻ ചേർന്നത് പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പോൾ ചേരുമ്പോൾ +2 മറ്റുമായിരുന്നു തോന്നുന്നു. അതിനുശേഷം ജെറി സ്വയം എഫർട്ടോട് കൂടിയിട്ട് ഗ്രാജുവേഷൻ ചെയ്തു. അങ്ങനെ പിന്നെ കമ്മീഷൻഡ് ഓഫീസറായിട്ട് OTA വഴി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി വഴി പിന്നെ കമ്മീഷൻ കിട്ടി. എന്നിട്ട് പിന്നെ 158 മീഡിയം റെജിമെൻറ്റിൽ 1997 അപ്പോൾ പ്രായമൊക്കെ ആയല്ലോ 25-26 വയസ്സൊക്കെ ആയിട്ടുണ്ട് ജെറിക്ക് എന്ന്. അപ്പോൾ ജെറിയുടെ കല്യാണം കഴിഞ്ഞു. യങ് ഓഫീസേഴ്സ് കോഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു യങ് ഓഫീസേഴ്സ് കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഒരാൾക്ക് ഒരു OPO ഓഫീസർ ആവാനോ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ഒബ്സർവേഷൻ ഇപ്പോൾ ഞാൻ വിക്രമിൻ്റെ വഴി പറഞ്ഞില്ല ആവാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ആവില്ല. അതുമാത്രമല്ല ഇവിടെ നമ്മുടെ ഷൂട്ടിംഗ് മുഴുവനും ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പോൾ എന്നോട് പറഞ്ഞു സാർ ഞാൻ കല്യാണം കഴിച്ചു, ഊട്ടിയിൽ ഹണിമൂണിലായിരുന്നു, അവിടെ നിന്ന് എന്നെ റീകോൾ ചെയ്തപ്പോഴാണ് വന്നതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ജെറി നിനക്കൊരു ഷൂട്ട് എടുക്കാൻ അറിയോ. അപ്പം പറഞ്ഞു സാർ വയ്യോ സമയത്ത് ഒരു ഷൂട്ടോ 2 ഷൂട്ടോ മറ്റോ അത്രേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് യൂണിറ്റ് വന്നിട്ട് ആണ് പിന്നെ ട്രെയിനിങ്. പിന്നെ അഡ്വാൻസ് കൺട്രി എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കും ഒരു OPO ഓഫീസറായിട്ട് ട്രെയിൻഡ് ആവുക അഡ്വാൻസ്. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ഈ കുട്ടി അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ. അപ്പം ഞാൻ ഉടനെ തന്നെ അപ്പോൾ 2 നാഗയുടെ കൂടെയാണ് ജെറി പറഞ്ഞേക്കേണ്ടത്. അതെന്നോട് CRT പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ CO കേണൽ ബഡാലയ്ക്ക് അങ്ങനെ ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ബഡാല ജെറി എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ കുറച്ച് ടിപ്സ് അവന് പറഞ്ഞു കൊടുക്കണം. നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ വളരെ യങ് ഓഫീസറാണെന്നൊക്കെ അവർക്ക് ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ ഞാൻ എടുക്കും. അപ്പോൾ പറഞ്ഞു സാർ സമയമുണ്ട്. പിന്നീട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം പറഞ്ഞു കൊടുത്തു. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ എന്നിട്ട് ഞാനത് തന്നെ ഒരു 5-6 തവണ ഞാൻ ഇൻസ്ട്രക്ടർ ആയിരുന്നല്ലോ വൈദ്യുത് പല തവണയും. അപ്പോൾ ഞാനതിൻ്റെ ആ സീക്വൻസൊക്കെ പറഞ്ഞു കൊടുത്തു. നമുക്ക് ഇന്നെ ഒരു റിയാക്ട് ചെയ്യുക ഓരോ ഇതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇവനെ കൊണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യിച്ചു. അതിൻ്റെ ഇടയിൽ ചായ കൊടുത്തു. അപ്പോൾ ഇന്നലെയും കുട്ടികൾ അന്ന് അവിടെ വന്നപ്പോൾ ഇവർ കുറച്ച് ചിപ്സും പരിപാടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവന് കൊടുത്തിട്ട് ഞാൻ ഇവനോട് പറഞ്ഞു ശരി ഞാൻ കൊണ്ടുവിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനെ 2 നാഗയുടെ സിയോനെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവന് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി വെരി ഷാർപ്പ് ബോയ്. കാരണം അത്രയുള്ള ആ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരാൾ ഇത്ര ഷാർപ്പാവില്ല. പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു റിപ്പീറ്റ്. അപ്പോൾ അതേമാതിരി ഉള്ള ഒരു 10-20 സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബഡാലയോട് പറഞ്ഞു നോക്കൂ നല്ല മിടുക്കനായിട്ടുള്ളൊരു ഓഫീസറാണ്, വേണ്ട സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 നാഗയുടെ
ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസറായിട്ടാണ് ജെറി പോയത്. അങ്ങനെ അവിടെ നിന്ന് അവർ പോയി അറ്റാക്ക് ആയിട്ട് പോയിട്ട് ഫസ്റ്റ് ഫീച്ചർ, അപ്പോൾ ടിൻ ബോംബ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിൻ്റെ മീതായിരുന്നു ഇവരുടെ ആദ്യത്തെ അറ്റാക്ക്. അപ്പോൾ ആ അറ്റാക്കിന് പോയപ്പോൾ ജെറി ആക്ച്വലി ഇവരുടെ ബാറ്ററി കമാൻഡർ ഉണ്ടല്ലോ, ബാറ്ററി കമാൻഡർ ഇഞ്ചേർഡായ കാരണത്താലേ പിന്നെ ആ ബാറ്ററി കമാൻഡറുടെ ചാർജ് അടക്കം ജെറിക്ക് ഏറ്റെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇമാജിൻ ചെയ്ത അതേമാതിരി സിറ്റുവേഷൻസ് വന്നു. ഒരു പലയിടത്തുനിന്ന് ഫയറിങ് അവിടെയൊക്കെ വന്നപ്പോൾ ജെറി ടാർഗറ്റ്സ് എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടാർഗറ്റ് എൻഗേജ് ചെയ്ത് കൊടുത്ത് എനിക്ക് തോന്നുന്നു 5 or 6 അപ്പം എൻ്റെ കൺസേൺ ഉപയോഗിക്കുന്ന മൈൻഡ് ഞങ്ങളുടെ കൺസേണാണ് ജെറി. അപ്പോൾ ഒരു ഡയറക്റ്റ് സപ്പോർട്ട് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാറ്ററി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൺസേണാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു 4 ഷൂട്ടോ മറ്റോ എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഇവർ മുന്നോട്ട് പോകും. ജെറി മൊത്തം ഇൻഫൻട്രിക്കാരൻ്റെ അഴപ്പാണല്ലോ. അപ്പോൾ RPG-യുടെ ഷോട്ടാണ് ആദ്യം, ഒരു റൈഫിളിൻ്റെ ഷോട്ട് ഒന്ന് കൈമേ. അത് കഴിഞ്ഞപ്പോൾ ജെറി നിന്നില്ല. അതപ്പം തന്നെ ഇവരുടെ അടുത്ത് ഈ ഫീൽഡ് ടച്ചിങ് ഉണ്ട്, അതെടുത്ത് കെട്ടി മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു RPG ഷോട്ട്, ജെറി അതോട് കൂടിയിട്ട് താഴെ വന്നു. ഈ വിവരം കാരണം ഞാൻ അത്രയും ഇതോട് കൂടി ഏൽപ്പിച്ചിട്ടുള്ളതാണ് ബഡോലെ. ബഡോലെ എന്നോട് ആ വിവരം പറഞ്ഞില്ല. ജെറിക്ക് വെടി കൊണ്ടൊന്നും ജെറി കാഷ്വാലിറ്റി ആയി എന്നുള്ള വിവരം എന്നോട് ബഡോലെ പറഞ്ഞില്ല. പിറ്റേ ദിവസം പിന്നെ ഞാനും ഭയങ്കര തിരക്കിലായിരുന്നു, വളരെ വളരെ തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനും ടാർഗറ്റ്സൊക്കെ ഇങ്ങനെ എൻഗേജ് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഹുലിയാൽ OP എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ ആങ്കർ OP-യാണ്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ളതിനൊന്നും പറ്റിയിട്ടൊന്നും ചിന്തിക്കാൻ സമയമില്ല, ആരെവിടെയാണെന്നുള്ളതൊന്നും ചിന്തിക്കാൻ സമയമില്ല. കാരണം അത്ര പിന്നെ ബാക്കിയുള്ള ഇങ്ങനെ സിറ്റുവേഷൻസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ബഡലോട്ട് ചോദിച്ചു, ഹൗ വാസ് ദ പെർഫോമൻസ് ഓഫ് ജെറി എന്ന്. ഇവൻ കുറച്ച് നേരം ഒന്നും മിണ്ടുന്നില്ല, ജെറി ഒന്നും മിണ്ടുന്നില്ല, അല്ല ബഡലൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്നോട് സാർ ഈസ് എ കാഷ്വാലിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു കാഷ്വാലിറ്റി പറഞ്ഞു, ഈസ് എ ലൈഫ്, ഒന്നും മിണ്ടുന്നില്ല. എന്നോട് പറഞ്ഞു സാർ വി ഹാവ് ലോസ്റ്റ് ജെറി. പിന്നത്തെ എൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഉടനെ തന്നെ ഞാനാണ് എന്നിട്ട് പിന്നെ CO 158 മീഡിയം റെജിമെൻറ്റിനെ വിളിച്ചതും അറിയിച്ചതൊക്കെ ഞങ്ങളാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിയിട്ട് ഇൻഫാക്റ്റ് ജെറിയുടെ സൈറ്റേഷൻ എഴുതിണ്ടാക്കിയത് ഞാനാണ് സൈറ്റ്. കാരണം യുദ്ധത്തിൽ ഒന്നാമത് എൻ്റെ അണ്ടറിലായിരുന്നു, കാര്യങ്ങൾ മുഴുവൻ എനിക്കാണല്ലോ അറിയുന്നത്. എന്നിട്ട് ഞാനാണ് ആ സൈറ്റേഷൻ അവിടെ വെച്ച് എഴുതി കൊടുത്തിട്ട് പിന്നെ ഒരു 158 റെജിമെൻറ്റിൻ്റെ CO അല്ല മിടുക്കനായുള്ള ഒരു കമാൻഡിങ് ഓഫീസറായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ നമ്മളിത് ചെയ്തത്. ജെറി കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അപ്പോൾ ജെറിയുടെ പാർട്ട് ഓർഡർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാർട്ട് ഓർഡർ അപ്പോൾ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തു. ജെറിയെ പിന്നെ ബാക്ക് ഡേറ്റ് ചെയ്തിട്ട് അതവിടെ ഫീൽഡ് ഏരിയയിൽ വന്നപ്പോൾ തന്നെ അവർ, അപ്പോൾ കമാൻഡിങ് ഓഫീസർക്ക് അതിന് പവറുണ്ട്. ഒരു ലെഫ്റ്റനൻറ്റിനെ പിടിച്ചിട്ട് ഫീൽഡ് കണ്ടീഷനിൽ വെച്ചിട്ട് ക്യാപ്റ്റൻ ആവാം. അല്ലെങ്കിൽ അപ്പോൾ അന്ന് ജെറി 2 വർഷത്തെ റിസല്ലേ ഉള്ളൂ. അപ്പോൾ അന്നൊക്കെ 5 വർഷമായാലും ക്യാപ്റ്റൻ ആവുള്ളൂ. അപ്പോൾ ജെറി ഉടനെ തന്നെ അന്ന് ഇവിടെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ്, അതായത് എഫേർട്ട് പോകുന്നതിന് മുമ്പ് ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ ജെറി പോയി. പിന്നെ അടുത്തത് സജീവായിരുന്നു, സജീവ് ഗോപാലപിള്ളை. അപ്പോൾ ജെറി തിരുവനന്തപുരത്താണ് വെങ്ങന്നൂർ വെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരത്ത് നിന്നായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗോപാൽപിള്ള ഉണ്ടായിരുന്നു. അപ്പോൾ ഗോപാൽപിള്ള അവൻ കൊല്ലത്തുനിന്ന് അവനീശ്വരൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അപ്പോൾ ഗോപാൽപിള്ളയെ പറ്റിയിട്ട് അപ്പോൾ യുദ്ധം കഴിഞ്ഞ് കാഷ്വാലിറ്റി ആയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഗോപാൽപിള്ള 4 ഫീൽഡ് റെജിമെൻറ്റിലായിരുന്നു. അപ്പോൾ ഗോപാൽപിള്ളയെ ഇതുമാതിരി തന്നെ ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസറുടെ കൂടെ പോയിരുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ് ഈ ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസർക്കുള്ള ടെക്നിക്കൽ ഡാറ്റ മുഴുവൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് കണ്ടാൽ ആ ടാർഗറ്റിലേക്കുള്ള ദൂരം എത്രയാണ്, പിന്നെ കുറേ വേറെ ടെക്നിക്കൽ ഡാറ്റ ഉണ്ട്. ഒരു റൗണ്ട് വന്ന് വീണാൽ ആ റൗണ്ടിന് നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യണം, അപ്പോൾ അതിനൊക്കെ കുറേ ഡാറ്റ, ഈ ഡാറ്റ മുഴുവനും പ്രിപ്പയർ ചെയ്ത് കൊടുക്കലാണ് പിന്നെ ഇവരുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ജോലി. അങ്ങനെ ഗോപാൽപിള്ള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗോപാൽപിള്ളയുടെ അവിടെ ഇവരെ വളഞ്ഞതാണ്. ആക്ച്വലി ഗോപാൽപിള്ളയുടെ ആ ടീമിനെ പാകിസ്ഥാനികൾ വന്ന് വളഞ്ഞിട്ട് ഇവരുടെ മീതെ ഒരുപാട് ഫയർ ചെയ്തിട്ട് അപ്പോൾ ഇഞ്ചേർഡായി. ഗോപാൽപിള്ള ഇഞ്ചേർഡായിട്ടും അത് കാരണമാണ് അവൻ്റെ വീർച്ചക്ര കിട്ടാൻ കാരണം. ഇഞ്ചേർഡായിട്ട് ഈ കുട്ടി എന്ത് ഇതെന്നറിയോ, ഇവൻ്റെ പോക്കറ്റിൽ ഒരു ഹാങ്കർ ചീഫ് ഉണ്ടായിരുന്നു അത്രേ, അതെടുത്തിട്ട് ഇവനങ്ങോട്ട് ചുറ്റിട്ട് ചലോ. ഓഫീസർക്കൊന്നും പറ്റിയിട്ടില്ല ആ സമയത്ത്, 2 പേരും ഒരുമിച്ചായിരുന്നു. ഇവനാണ് മുറിവേറ്റത്. ചലോ എന്ന് പറഞ്ഞു. കുറച്ചും കൂടെ ദൂരത്ത് പോയിട്ട് പിന്നീട് 2 ടാർഗറ്റ് എൻഗേജ് ചെയ്തവർ. സോ ഒരു ഓഫീസർ ആണെങ്കിൽ നമുക്ക് ആ മോട്ടിവേഷൻ ആലോചിക്കാം.
ബൈജത്ത്. ഇത് ഒരു ജവാൻ, വളരെ തുച്ഛം സർവീസുള്ള ഒരു പയ്യൻ ഇതുമാതിരി ചിന്തിക്കാമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെല്ലുമ്പോഴത്തേന് പിന്നെ വേറെ ഒരെണ്ണം ഒരു ബുള്ളറ്റ് കൂടെ കൊണ്ട് എക്സാക്ട്ലി ഏത് ഭാഗത്താണ് എന്നറിയില്ല. അപ്പോൾ ഇത് മെയ് 15-ന് 29-നോ മെയ് 29-നാണ് തോന്നുന്നു. മെയ് 29-ന് അവിടുന്ന് പിന്നെ സജീവനെ ഇവാക്യുവേറ്റ് ചെയ്തു. ജൂലൈ 15 ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരിച്ചത്. മിടുക്കനായിട്ടുള്ള പയ്യൻ. നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണ ജവാൻ അത്ര എളുപ്പമല്ല. ഒരു വീർചക്ര കിട്ടുക എന്ന് പറയുന്നത് യു ഹാവ് ടു ഡു സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഇല്ലേ വാജത്ത്? എത്ര ആൾക്കാർക്ക് ഇന്നേവരെ വീർചക്ര കിട്ടിയിട്ടുണ്ട്. വെരി ഡിസർവിങ് കേസ്. നമ്മുടെ റെജിമെൻ്റ് ഓഫ് ആർട്ടിലറിയുടെ അഭിമാനം എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ 4 പേരും നമ്മുടെ മലയാളി ബ്രില്യൻറ്റ് പീപ്പിൾ. അതിൽ വിഷാദിന് വീർചക്ര, ഗോപാൽ പിള്ളയ്ക്ക് സജീവിന് വീർചക്ര, ജെറിക്ക് വീർചക്ര, വിക്രമിന് സേനാ മെഡൽ. അപ്പോൾ ഞാൻ ഇത്രയും മലയാളികൾ പറഞ്ഞ് ഇവർക്ക് അവാർഡ് കിട്ടിയോണ്ടല്ല. ഇപ്പം ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ ഇതും ഇപ്പം ഇതിൽ 3 ഓഫീസേഴ്സ് റെജിമെൻ്റ് ഓഫ് ആർട്ടിലറിയിൽ നിന്നാണ്. റെജിമെൻ്റ് ഓഫ് ആർട്ടിലറിയിൽ നിന്ന് ആകെ 4 വീർചക്രയാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 വീർചക്ര മലയാളികളായിരുന്നു. സി അപ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു. പിന്നെ കുറേ മലയാളീസൊക്കെ ജവാന്മാരും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല വായിച്ചത്. ബട്ട് ദീസ് ആർ ദ 4 മലയാളി പീപ്പിൾ.